الحمد لله ما شاء كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. إنما أموالكم وأولادكم فتنة والله عنده أجر عظيم. صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് തഖ്വയോടെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങണമെന്ന് നിങ്ങളെയും എന്നെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. മുസ്ലിം വഹിയായ വിശുദ്ധ ഖുർആൻ ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മനുഷ്യരെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉത്ബോധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വിശ്വാസികളെ പ്രത്യേകമായി അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ധാരാളം കാര്യങ്ങളെ നമുക്ക് കാണാം. ലോകത്തിൻ്റെ വെളിച്ചമായി ലോകത്തിന് വഴി കാണിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ പ്രവാചകന്മാരിലൂടെ അള്ളാഹു അവതരിച്ച ഈ ഗ്രന്ഥം വിവിധ വശങ്ങളിലൂടെ ലോകത്തോട് അതിൻ്റെ നിയമവ്യവസ്ഥകളും ലോകത്തിനാവശ്യമായ വെളിച്ചവുമൊക്കെ നൽകി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അനുയായികളായി വിശുദ്ധ ഖുർആൻ തൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമാണ് എന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളെ തന്നെ പ്രത്യേകമായി അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരുപാട് വേറിട്ട കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തു തഗാബുനിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്ന ഏറെ ശ്രദ്ധേയമായ 2 സൂക്തങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ചവരെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും,
നിശ്ചയം നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ നിന്ന്, നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ശത്രുക്കളുണ്ട്. ഫഹ്ദറു, നിങ്ങൾ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കരളിൻ്റെ കഷ്ണങ്ങളാണ് എന്ന് മനസ്സുകൊണ്ട് മനസ്സിലാക്കി നാവുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന, സ്നേഹപ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അരുമ മക്കൾ, ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടി നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്ന തൻ്റെ കുടുംബിനി, ഇവരിൽ നിന്നൊക്കെയും ശത്രുക്കളുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഫഹ്ദറു, നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുക. വിശുദ്ധ ഖുർആൻ മക്കളെക്കുറിച്ച് പറയാൻ പല അർത്ഥത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഹിബത്ത്, ദാനമാണ് സന്താനം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും, നിശ്ചയം നിങ്ങളുടെ സന്താനങ്ങളും സമ്പത്തുമൊക്കെ ഫിത്ന, പരീക്ഷണങ്ങളാണ്. സീനത്തുൻ, അവ അലങ്കാരങ്ങളാണ്. വിവിധ പ്രയോഗങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഏറെ ശ്രദ്ധേയമായി നിങ്ങൾക്ക് നിങ്ങളുടേതായി നാം നൽകിയിട്ടുള്ള ഈ നല്ല വസ്തുക്കൾ തന്നെ അത് വേണ്ട രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാതെ വരുമ്പോൾ അതുതന്നെയും നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ബോധവാന്മാരാവുകയും നാളെ ഈ കച്ചവടം നമുക്ക് നഷ്ടമാകില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു പ്രയോഗത്തിലൂടെ സൂറത്തു തഗാബുനിലെ ഈ ഒരു വചനങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മളൊക്കെയും ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സമയത്തിൽ നല്ലൊരു ശതമാനം കുടുംബത്തിന് വേണ്ടി നെട്ടോട്ടമോടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു വേള നമ്മൾ മറുപടി പറയും, കുടുംബത്തിന് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്, കുടുംബിനിക്ക് വേണ്ടിയാണ് എന്നൊക്കെ. ഇത് അസ്വാജിക്കും എന്ന പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് പുരുഷന്മാരാണ്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് സ്ത്രീകളാണ്. മക്കൾ അതാണാവട്ടെ പെണ്ണാവട്ടെ, കരളിൻ്റെ കഷ്ണങ്ങളായി നിങ്ങൾ സ്നേഹത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മക്കൾ നാളെ നിങ്ങളുടെ ശത്രുക്കളായിട്ട് വരുന്ന ഒരു സാഹചര്യമില്ലാതിരിക്കാൻ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്ന ഈ ഒരു പ്രയോഗത്തെ വിശ്വാസികൾ വിശേഷിച്ച് ഗൗരവത്തോടുകൂടി കാണണം എന്ന നിലക്കാണ് വിശ്വാസികളെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്. ഈ ആയത്തിന് ഒരു അവതരണ പശ്ചാത്തലം കൂടിയുണ്ട്. മക്കയുടെ ഒരു പശ്ചാത്തലത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ധാരാളം സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം മറുപക്ഷത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത അവരുടെ സ്വന്തക്കാരായിട്ടുള്ള ധാരാളം ആളുകളും മക്കളുമൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി പ്രത്യക്ഷമായ ഈ അഭിസംബോധനയുടെ അർത്ഥമുണ്ട്. നിങ്ങളുടെ മക്കളും ഇണകളുമൊക്കെ മറുചേരിയിൽ നിൽക്കുമ്പോൾ വിശ്വാസരംഗത്ത് നിങ്ങളുടെ ശത്രുക്കളാണ് അവർ എന്നതിനെക്കുറിച്ച് നിങ്ങൾ ജാഗ്രത ഉള്ളവരാകേണ്ടതുണ്ട് എന്നതാണ് അതിൻ്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട അർത്ഥമെങ്കിൽ, ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമകാലിക ലോകത്തേക്ക് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമ്മൾ കടിക്കുന്ന പട്ടിയെ അല്ല പണം കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ഒരു ബാധ്യത നമുക്കുണ്ട്. നമ്മുടെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ശതമാനം മക്കൾക്ക് വേണ്ടി നാം ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മക്കൾ നാളെ നമുക്കെതിരെ തിരിഞ്ഞു കുത്തുകയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട് എന്നർത്ഥം. മക്കളുടെ ഭൗതികമായ പുരോഗതിയും മക്കളുടെ ജീവിതത്തിൻ്റെ ഭൗതിക വിജയവുമൊക്കെ ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യമായിട്ട് സ്വീകരിക്കാം. എന്നല്ല, അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ ഓരോരുത്തരും ചില ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളാണ്.
ഭരണാധികാരി തൻ്റെ കീഴിലുള്ള ഭരണീയരെക്കുറിച്ച് മസ്ഊലുൻ അൻ റഅയതിഹി, നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടവനാണ്. പുരുഷൻ തൻ്റെ വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന, താൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന മക്കളുടെ കാര്യത്തിൽ നാളെ അള്ളാഹുവിൻ്റെ അരികിൽ മറുപടി പറയേണ്ടവൻ തന്നെയാണ്. സ്ത്രീ തൻ്റെ വീട്ടിൽ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന മക്കളുടെ കാര്യത്തിൽ മറുപടി പറയേണ്ടവൾ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത അല്ലെങ്കിൽ മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു ലക്ഷ്യം തന്നെയാണ്. പക്ഷേ ഈ ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടി നാം പണിയെടുക്കുന്നതിനിടയിൽ നമ്മുടെയും അവരുടെയും പാരത്രിക ജീവിതം നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ബാധ്യത കൂടി നമുക്കുണ്ട് എന്നാണ് ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. വിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയാണ് സൂറത്തു തഹ്രീമിൽ അള്ളാഹു സംസാരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയുമൊക്കെ നരകത്തീയിൽ നിന്ന് കാത്തു സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, മക്കളെ നാം വളർത്തി വലുതാക്കി വലിയ വലിയ ആളുകളാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സ്വർഗം നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ബാധ്യത നമ്മൾക്കുണ്ട് എന്നർത്ഥം. മക്കളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കളോടൊപ്പവും ഈ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ബാധ്യതയുണ്ട്. ഭൗതിക ലോകത്തിൻ്റെ പളപളപ്പുകൾ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ, ജീവിതത്തിൻ്റെ വൃത്തിക്കിടയിൽ നാം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പൊതു സമൂഹം, അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിത രീതികൾ, ഇതിലൊക്കെയും ഏതെല്ലാം അർത്ഥത്തിലാണ് നമുക്ക് മുഴുകാൻ കഴിയുക, ഏതെല്ലാം തലങ്ങളിലാണ് നാം ശ്രദ്ധിക്കുകയും ജാഗ്രതയും കാണിക്കേണ്ടത്, വിധി വിലക്കുകൾ എന്തൊക്കെയാണോ, അള്ളാഹു നമുക്ക് അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ ജാഗ്രതയുള്ളവരായിട്ട് മാറുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സ്വഹാബി വനിതകളെക്കുറിച്ച് ഉദ്ധരിക്കപ്പെടുന്ന ഒരു പ്രയോഗമുണ്ട്. ഇന്നാ ലനസ്ബിറു അലൽ ജൂ' വഇന്നാ ലാ നസ്ബിറു അലന്നാർ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രിയതമനോട് താങ്കൾ പുറത്തുപോയി സമ്പാദിച്ച് കൊണ്ടുവരുന്നത് നരകത്തിൻ്റെ ഒരു കഷ്ണമാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇന്നാ ലാ നസ്ബിറു അലന്നാർ, ഞങ്ങൾക്ക് നരകത്തിൻ്റെ മേൽ ക്ഷമിക്കാൻ കഴിയില്ല. വേണമെങ്കിൽ ഞങ്ങൾ ഇഷ്ടം പോലെ പട്ടിണി കിടന്നോളാം. ഇന്നാ ലനസ്ബിറു അലൽ ജൂ', വിശപ്പ് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അതേസമയം നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന സമ്പത്ത് നരകത്തിൻ്റെ ഒരു കഷ്ണമല്ല എന്ന് ഉറപ്പുവരുത്താൻ, ഞങ്ങൾ അങ്ങനെയല്ല വളർത്തുന്നത് എന്ന് താങ്കൾ ശ്രദ്ധിക്കാൻ നിർബന്ധ ബുദ്ധി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഉപദേശിക്കുന്ന പ്രയോഗമാണ് ആ പ്രയോഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് വളർന്നു പോകേണ്ടത്? അവർ നന്നായി പഠിക്കണം, അവർക്ക് നല്ല ജോലി ഉണ്ടാവണം, അവർക്ക് നല്ല ജീവിതത്തിൻ്റെ സാഹചര്യവും ജീവിത നിലവാരവും ഉണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടി മത്സര സ്വഭാവത്തിൽ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ മാർഗത്തിൽ നാം ചെലവഴിക്കുന്ന പണം ഏത് രൂപത്തിലുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട്. എനിക്ക് പഠിക്കേണ്ടതുണ്ട്, എനിക്ക് പഠിച്ച് നല്ല ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിനുവേണ്ടി എൻ്റെ പിതാവ് മുടക്കുന്ന പണം 100% ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ബാധ്യത കൂടി എനിക്കുണ്ട്. പകരം എനിക്ക് സൗകര്യങ്ങൾ വേണം, അതിന് വാപ്പ എന്ത് ചെയ്താലും കുഴപ്പമില്ല.
നമ്മുടെ വീട് സുന്ദരമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് പിതാവ് ഏതർത്ഥത്തിലുള്ള വരുമാനം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു ചിന്ത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നമ്മളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ അവരുടെയും നമ്മളുടെയും സ്വർഗം നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട് എന്നർത്ഥം. നമ്മുടെ മക്കൾ നാളെ നമുക്കെതിരെ അള്ളാഹുവിൻ്റെ അരികിൽ സാക്ഷി പറയുന്ന ഒരു വിഭാഗമായിട്ട് മാറാൻ പാടില്ല. ഞാനിങ്ങനെ വളർന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ വരുമാന മാർഗങ്ങളുടെ ശരിതെറ്റുകളെക്കുറിച്ച് യാതൊരുവിധ ചിന്തയുമില്ലാതെ എനിക്കെങ്ങനെയും ജീവിച്ച് എൻ്റെ ലക്ഷ്യം കണ്ടാൽ മതി എന്ന് പറയുന്ന അർത്ഥത്തിലേക്ക് മക്കൾ ചിന്തിച്ച് പോകാൻ പാടില്ല. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം. നമ്മുടെ സമ്പത്തും നമ്മുടെ സന്താനങ്ങളുമൊക്കെ പരീക്ഷണ വസ്തുക്കളാണ്. അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള സമ്പത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മളുടെ കയ്യിൽ തന്നിട്ടുള്ള ജീവിത വകുപ്പുകൾ ഇതൊക്കെയും അലങ്കാരമാണ്, സന്തോഷകരമാണ്, അഭിമാനകരമാണ്, പരീക്ഷണ വസ്തു കൂടിയാണ്. അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള മക്കൾ ജീവിതത്തിൻ്റെ സന്തോഷമാണ്, ജീവിതത്തിൽ നമുക്ക് സമാധാനമാണ്, പക്ഷേ പരീക്ഷണമാണ്. ഈ അർത്ഥത്തിൽ നമ്മളുടെ മക്കൾ ഈ പരീക്ഷണ വസ്തു എന്ന അർത്ഥത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്, ഉറപ്പുവരുത്തുവാൻ കഴിയേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചു, വിശുദ്ധ ഖുർആൻ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളെ തന്നെയാണ് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ച ജനങ്ങളെ. വിശ്വാസികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെയും കുടുംബത്തിൻ്റെയും വീടിൻ്റെയും സമ്പാദ്യത്തിൻ്റെയും മക്കളുടെയും ഒക്കെ കാര്യത്തിൽ തെറ്റായ മാർഗങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഫഹ്ദറൂഹും, അവരുടെ കാര്യത്തിൽ നിങ്ങൾ ജാഗ്രത കാണിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത്. ഖുദൂ ഹിദറക്കും, നിങ്ങൾ ജാഗ്രതയുള്ളവരായിട്ട് മാറേണ്ടതുണ്ട്. പുതിയ കാലം, നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക ലോകം, ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകൾ, എങ്ങനെയാണ് നമ്മളുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത്, ഏതെല്ലാം സംസ്കാരങ്ങളാണ് മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത്, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അവർ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകളിൽ ആരൊക്കെയാണ് അവരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ചിന്തയിൽ നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടതുണ്ട്. ക്യാമ്പസുകളെക്കുറിച്ച് വർത്തമാനം പറയുമ്പോൾ കേരളത്തിലെ ആധികാരികമായ ചില സംഘടനകളുടെ ഒരു വർത്തമാനമുണ്ട്. മുസ്ലിം പെൺകുട്ടികളുടെ തട്ടം അഴിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. മുസ്ലിം പെൺകുട്ടികളുടെ തട്ടം അഴിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമായി സാക്ഷാത്കാരമായി അവർ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മളുടെ മക്കൾ ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ഈ പഠനത്തിനിടയിൽ അവരുടെ സംസ്കാരങ്ങൾ അഴിഞ്ഞു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മളുടെ മക്കൾ നാം കൊടുത്ത പണം കൊണ്ട് പഠിച്ച് മുന്നോട്ട് പോയി വലിയ ജോലികളിലേക്കും വലിയ ജീവിത നിലവാരത്തിലേക്കും എത്തുമ്പോൾ അവരിൽ നിന്ന് ഇസ്ലാമിക സംസ്കാരവും ഇസ്ലാമികമായ വ്യക്തിത്വവും ചോർന്നു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പണം കൊടുത്ത് കടിക്കുന്ന പട്ടിയെ അല്ല നമ്മൾ വാങ്ങുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട് എന്ന്. എൻ്റെ കരൾ പറിച്ച്, എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമർപ്പിച്ച്, എൻ്റെ സമയത്തിൻ്റെ മുഴുവൻ അവർക്ക് വേണ്ടി ചെലവഴിച്ച്, ജീവിതത്തിൽ മുഴുവൻ ഞാൻ അവർക്ക് വേണ്ടി സ്വപ്നം കണ്ട് വളരെ ചെറുപ്പം മുതലേ ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും കൊടുത്ത് വളർത്തി കൊടുന്ന് അവസാനം വിശ്വാസികളെ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്
എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വളരെ അഭിമാനത്തോടുകൂടി, വളരെ പ്രതീക്ഷയോടുകൂടി നാം എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അഅ്യുൻ. നാഥ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് കൺകുളിർമ ലഭിക്കുന്ന സാഹചര്യം നൽകണമേ നാഥ. ഈ പ്രാർത്ഥനയുടെ അവസാനം ഈ കൺകുളിർമയുള്ള ജീവിത സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഞാനുണ്ട് മുന്നിൽ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ നല്ല ആളുകളുടെ നേതൃത്വമാക്കി എന്നെ നീ മാറ്റുകയും ചെയ്യണമേ. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് കാണാനുള്ള മാതൃകയായിട്ട് മുന്നിൽ ഉണ്ടാകേണ്ടതുണ്ട്. പറഞ്ഞു കൊടുക്കുന്ന വർത്തമാനത്തേക്കാൾ, ചൊല്ലിക്കൊടുക്കുന്ന ഉപദേശത്തേക്കാൾ മക്കൾ അനുകരിക്കുക കണ്ടുകൊണ്ടിരിക്കുന്ന ഉദാഹരണങ്ങളാണ് മക്കൾ അനുകരിക്കുക. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് കാണാനുള്ള മാതൃകയായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് കഴിയുമ്പോഴാണ് നാഥ എൻ്റെ വീട്ടിൽ കൺകുളിർമ ഉള്ള സാഹചര്യം നീ ഉണ്ടാക്കിത്തരണമേ എന്ന പ്രാർത്ഥന പൂർണ്ണമാകുന്നത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. അത്ര തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ പ്രാധാന്യത്തോടു കൂടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം അത് അള്ളാഹു നമുക്ക് നൽകേണ്ടുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഇസ്ലാമിക ചരിത്രത്തിലൂടെ ഇങ്ങനെ കണ്ണോടിച്ചു പോയാൽ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ സമർപ്പണത്തിൻ്റെ ആൾരൂപങ്ങളായിട്ട് എഴുന്നേറ്റ് നിന്ന ധാരാളം ആളുകളുടെ കുടുംബങ്ങളുടെയും മക്കളുടെയും കഥകൾ നമ്മളുടെ മുമ്പിലുണ്ട്. അവർക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അവർ ശ്രമിക്കാത്തത് കൊണ്ടല്ല, ഒരുപക്ഷെ സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായി പ്രതികൂലമായി സംഭവിച്ചതുകൊണ്ടായേക്കാം. നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന എപ്പോഴും ഉരുവിടേണ്ടതുണ്ട്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. നാഥ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് കൺകുളിർമയുള്ള സാഹചര്യങ്ങൾ നൽകണമേ എന്ന്. അതിന് എന്നെ മാതൃകയായി മുന്നിൽ നിർത്തണമേ എന്ന്. മാതൃകയായിട്ട് മുന്നിൽ നിർത്തുമ്പോൾ എൻ്റെ ജീവിതം, എൻ്റെ ചിന്തകൾ, എൻ്റെ വരുമാനം, എൻ്റെ അധ്വാനം ഇതൊക്കെയും മാതൃകാപരമായിരിക്കും. ഞാൻ എൻ്റെ മക്കളെ വളർത്തിയെടുക്കുന്നത് പവിത്രമായ ഒരു മാർഗത്തിലൂടെയാണ് എന്ന് കാണുമ്പോൾ മാത്രമേ, പവിത്രമായ മാർഗത്തിലൂടെ മാത്രമേ അധ്വാനം പാടുള്ളൂ, വരുമാനം പാടുള്ളൂ എന്ന് കുട്ടികൾക്ക് തിരിയൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, കുല്ലു ജസദിൻ നബത മിൻ സുഹത്തിൻ ഫന്നാറു ഔല ബിഹി. ഏതൊരു ശരീരമാണോ അന്യായമായ തെറ്റായ വഴിയിലൂടെ വളർന്ന് വലുതായിട്ടുള്ളത്, കുല്ലു ജസദിൻ, ഓരോ ശരീരവും, നബത മിൻ സുഹത്തിൻ, തെറ്റായ മാർഗത്തിലൂടെയാണ് അത് വളർന്ന് വലുതായിട്ടുള്ളത് എങ്കിൽ ഫന്നാറു ഔലാ ബിഹി, നരകമാണ് അതിനേറ്റവും അർഹമായിട്ടുള്ളത്. നമ്മളുടെ ശരീരം, നമ്മളുടെ ജീവിതം, നമ്മളുടെ വരുമാനം, നാം പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രീതികൾ ഒന്നും തെറ്റല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ബാധ്യതയുണ്ട്. നമ്മളുടെ മക്കൾ അങ്ങനെയുള്ള മാർഗത്തിലൂടെ വലിയവരായിട്ട് വരണം എന്ന് നാം ആഗ്രഹിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾ മക്കൾക്ക് വേണ്ടി ഉണങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. രക്ഷിതാക്കൾ മക്കൾക്ക് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. രക്ഷിതാക്കൾ മക്കളുടെ ജീവിത സ്വപ്നങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടി വിയർപ്പൊഴിച്ച് വല്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കളുടെയും കുടുംബത്തിൻ്റെയും സ്വപ്നങ്ങൾ എത്ര കൂടുന്നുവോ അതിനനുസരിച്ച് പിതാവ് ഉരുകിക്കൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ധാരാളം യുവാക്കൾ, നമ്മുടെ നാട്ടിൽ ധാരാളം രക്ഷിതാക്കൾ മരുഭൂമിയിൽ, മരുപ്പറമ്പിൽ വെയിൽ കൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? മക്കളുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടി. നമ്മളുടെ സ്വപ്നങ്ങളുടെ അളവ് എത്ര കുറയുന്നുവോ
വാപ്പയുടെ മരുഭൂമിയിലുള്ള താമസത്തിൻ്റെ കാലം അത്ര കുറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സൂചിപ്പിച്ചത് ഞാനും നിങ്ങളുമൊക്കെ സ്വപ്നം കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭൗതിക ജീവിതത്തിൻ്റെ വിജയമല്ല, പരലോക ജീവിതത്തിൻ്റെ വിജയമാണ് എന്ന് മനസ്സിലാക്കി ഈ ഭൗതിക ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയിൽ നമ്മളുടെ മക്കൾ കാൽ വഴുതി വീഴുന്നില്ല, നമ്മളുടെ കുടുംബത്തിന് അടി പതറിപ്പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കുടുംബസമേതം അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ വീടുകൾക്ക് കഴിയേണ്ടതുണ്ട്. സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അഭിനവ ജാഹിരിയത്തുകൾ നമ്മെ പിടികൂടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ ലോകത്ത് നമ്മോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക ജാഹിരിയ സംസ്കാരങ്ങളുടെ പേക്കൂത്തുകൾ നമ്മളുടെയും നമ്മളുടെ മക്കളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി നമ്മളുടെ സ്വർഗം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെയും എന്നെയും ഉപദേശിക്കാൻ ഉസ്രീക്കും വഇയ്യായ സാനിയൻ ബി തഖ്വല്ലാഹ്. വിശുദ്ധ ഖുർആനിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ നമുക്ക് സുപരിചിതമായ എന്നാൽ വളരെ പ്രാധാന്യമുള്ള ഒന്ന് രണ്ട് ആയത്തുകളാണ് വിശദീകരിച്ചത്. നമ്മുടെ ജീവിതം ഏറെ വിലപിടിച്ചതാണ്. നമ്മുടെ ശ്രമങ്ങൾ ഏറെ വിലപിടിച്ചതാണ്. നമ്മളൊക്കെയും ജീവിതത്തിൽ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ജീവിതത്തിൻ്റെ വിജയം സ്വപ്നം കണ്ട് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, നാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പണം, നാം വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ, നാം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബം, ഇതൊക്കെയും സ്വർഗത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ബാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. കാലവും നമ്മുടെ ചുറ്റുപാടും വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശേഷിച്ചും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജാഗ്രതയുണ്ടാകേണ്ടുന്ന ചില കാര്യങ്ങളിലേക്ക് മാത്രമാണ് സൂചിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി വിജയകരമായ സന്തോഷകരമായ ഒരു കുടുംബ സംവിധാനം കെട്ടിപ്പടുത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പടച്ചവൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ മക്കൾ നാളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മോടൊപ്പം സ്വർഗത്തിൽ കൂടെയുണ്ടാകും എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന നല്ല മക്കളായി പടച്ചവൻ മാറ്റി തരുമാറാവട്ടെ. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വീടുകളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار
اللهم أجرنا وأجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين وأذل النفاق والمنافقين. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. ربنا اغفر وارحم وأنت خير الراحمين.